സമ്മേളന പ്രതിനിധികളെ, പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ആമുഖം അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ സെഷൻ ചർച്ച ചെയ്യുന്നത്. സ്പോർട്സ്, ഹെൽത്ത്, ഫിസിക്കൽ വെൽബീയിങ് ആൻഡ് ലൈബ്രറീസ് എന്ന വിഷയത്തിൻ്റെ ഒരു വൈവിധ്യവും സമഗ്രതയും നാം പ്രത്യേകം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഓരോ രാജ്യവും ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പമാണ് വെച്ചു പുലർത്തുകയും അതിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ആരോഗ്യപ്രദമായ ജീവിതം ഉണ്ടാവുക എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യമാണ്. അതിനോടൊപ്പം തന്നെ പ്രധാനമാണ്, ഒരുപക്ഷെ അതിലേറെ പ്രധാനമാണ്, വൈജ്ഞാനിക രംഗത്തെ വലിയ കുതിച്ചുചാട്ടം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തായി നാം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ പ്രാധാന്യം കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമായി പരിവർത്തനപ്പെടുത്തുക എന്നുള്ളതാണ്. വൈജ്ഞാനിക സമൂഹം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ എന്ന നാമധേയം കൂടി കേരളത്തിനുണ്ടാകണം എന്നാണ് നമ്മുടെ അഭിലാഷം. വൈജ്ഞാനിക സമൂഹം എന്ന് പറയുമ്പോൾ വിജ്ഞാനത്താൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരും മനുഷ്യരുടെ സംവിധാനങ്ങളും അടങ്ങുന്ന ബൃഹത്തായ ഒരു സംവിധാനമാണ്. അവിടെ വിജ്ഞാനമാണ് എല്ലാ വ്യവഹാരങ്ങളുടെയും കാതൽ. വിജ്ഞാനം എന്ന് പറയുമ്പോൾ യുക്തിസഹമായ ശാസ്ത്രീയതയിൽ ഊന്നിക്കൊണ്ടുള്ള വിജ്ഞാനത്തെയാണ് നാം പരാമർശിക്കുന്നത്. അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള വിജ്ഞാനമല്ല, അതുപോലെ തന്നെ വസ്തുനിഷ്ഠമല്ലാത്ത വിജ്ഞാനവുമല്ല, മറിച്ച് തികച്ചും വസ്തുനിഷ്ഠവും ശാസ്ത്രീയവുമായ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ അവരുടെ പ്രവർത്തനങ്ങളെ വിഭാവനം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് നാം വൈജ്ഞാനിക സമൂഹം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക സമൂഹം വളർന്നു വരണമെങ്കിൽ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിജ്ഞാനം വലിയ തോതിൽ പങ്കുവയ്ക്കപ്പെടേണ്ടതുമായിട്ടുണ്ട്. ഗ്രന്ഥശാലകൾ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ തരത്തിലുള്ള വിപുലമായിട്ടുള്ള വിജ്ഞാനം കൈമാറ്റത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേദികളാണ്. ഇതിനു മുമ്പ് ഈ ഹാളിൽ തന്നെ നടന്നിട്ടുള്ള സെഷനിൽ ബഹുമാനപ്പെട്ട പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ വളരെ രസകരമായൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടായി. ഉത്തർപ്രദേശിലെ മുഴുവൻ ലൈബ്രറികളേക്കാൾ കൂടുതലാണ് കണ്ണൂർ ജില്ലയിലെ ലൈബ്രറികൾ. ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ വളരെ വിപുലമായിട്ടുള്ള വളരെ വലിയ സംസ്ഥാനത്തുള്ള മുഴുവൻ ലൈബ്രറികളേക്കാൾ 2 ഇരട്ടി കൂടുതലാണ് കണ്ണൂർ ജില്ലയിൽ മാത്രമുള്ള ലൈബ്രറി. ഇന്ത്യയിൽ ഓരോ വാർഡിലും ഒരു ലൈബ്രറി വീതം ഉള്ള ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. അപ്പോൾ കണ്ണൂർ വന്നിട്ടുള്ളവർക്കും കണ്ണൂരുമായി ബന്ധപ്പെട്ടുള്ളവർക്കും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഈ വൈജ്ഞാനിക പ്രവർത്തനങ്ങളുടെ മുഖ്യ കേന്ദ്രം ലൈബ്രറികൾ തന്നെയാണ്. ലൈബ്രറികളുടെ രൂപത്തിലും ഭാവത്തിലും വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് സമകാലികമായി നടക്കേണ്ടതുമാണ്. വൈജ്ഞാനിക മേഖലകൾ കൂടുതൽ കൂടുതൽ വികസിക്കുന്നതിനനുസരിച്ച് അവയുടെ ഘടനയിലും പ്രവർത്തനങ്ങളിലും മാറ്റം ഉണ്ടാവുകയും ചെയ്യും. അത് സ്വാഭാവികമായൊരു പ്രക്രിയ. പക്ഷേ അവയുടെ ധാർമ്മികമായിട്ടുള്ള ചുമതല, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ധർമ്മം അതൊരിക്കലും മാറുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം വൈജ്ഞാനികമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വിപുലീകരണമാണ്. സമൂഹത്തിലെ ഓരോ അംഗത്തിൻ്റെ അടുത്തും ഈ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ എത്തുന്നതോടുകൂടി യുക്തിസഹമായ ചിന്തയ്ക്കും ശാസ്ത്രീയ ചിന്തയ്ക്കും അത് വഴിവെക്കുകയും സമൂഹം ഒന്നാകെ പുരോഗമിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നാം അതിൽ കാണേണ്ട പ്രധാനപ്പെട്ട വസ്തുത. ഇതെങ്ങനെയാണ് ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ ഭൗതികമായിട്ടുള്ള സ്വാസ്ഥ്യം എന്ന് പറയുന്ന 2 സങ്കല്പനങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് നമ്മൾ പ്രത്യേകം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഡോക്ടർ നിങ്ങളോട് സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളം ഈ വൈജ്ഞാനിക സമൂഹത്തെക്കുറിച്ച് വിഭാവനം ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വിഭാവനം ചെയ്യുന്നു. അത് പൊതുവായിട്ടുള്ള സമൂഹത്തിൻ്റെ ആരോഗ്യവും സ്വാസ്ഥ്യവുമാണ്. നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വളരെ ചെറുപ്പം മുതലേ തന്നെ നിർബന്ധിതമായും രസകരമായും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആ ഘടകത്തിന് വളരെയധികം പ്രസക്തി കുറഞ്ഞിട്ടുള്ളൊരു കാലഘട്ടമാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു ജീവിത വിജയം നേടണമെങ്കിൽ വളരെ പ്രയാസപ്പെട്ട് പഠിക്കണമെന്നുള്ളത് കൊണ്ടും
മറ്റു മേഖലകളിൽ പ്രാവീണ്യം നേടണമെന്നുള്ളതുകൊണ്ടും സ്പോർട്സ് അല്ലെങ്കിൽ കായിക വിനോദം എന്നുള്ളതിന് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രാധാന്യം വളരെ കുറഞ്ഞു വരികയാണ്. പക്ഷെ അതിൻ്റെ വില നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗവൺമെൻറ്, ഞാൻ പ്ലാനിംഗ് ബോർഡിൽ തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്യുന്ന അംഗമാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ചകളിലൊക്കെ വരുന്നത് ആരോഗ്യരംഗത്താണ് കേരളം ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ആരോഗ്യ വകുപ്പിൻ്റെ മാത്രമല്ല, മറിച്ച് ഓരോ പഞ്ചായത്തും ഓരോ ജില്ലാ പഞ്ചായത്തും ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകളുമായിട്ട് മുന്നോട്ട് വരുന്നത് ഡയാലിസിസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന്, അതുപോലെ തന്നെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്നതിന്, ഇങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തായിരിക്കണം നമ്മുടെ പൊതുവായിട്ടുള്ള നയം? യഥാർത്ഥത്തിൽ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ ശീലങ്ങളും വ്യായാമവും ഉൾപ്പെടെയുള്ളവ നമ്മുടെ കുഞ്ഞുങ്ങൾ മുതൽ പ്രത്യേകിച്ച് യുവതയുടെ കാര്യങ്ങൾ പ്രത്യേകിച്ചും നിർബന്ധിതമാക്കി നടപ്പാക്കുന്ന ഒരു സംസ്കാരം സ്വയമേവ ഉരുത്തിരിഞ്ഞു വന്നാൽ നമുക്ക് തോന്നുന്നു ഈ അവസാന കാലത്ത് ഏറ്റവും കൂടുതൽ സങ്കീർണമായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആ പ്രധാനപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് തിരിഞ്ഞു നടക്കാൻ കഴിയും. അതിനെ നമുക്ക് തിരിച്ചു വിടാൻ കഴിയും. ഇത് കേരളത്തിലെ ആരോഗ്യ നയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ നാം കൂടുതൽ ശ്രദ്ധയിലെത്തുന്നത് ഈ രംഗത്ത് പെട്ടെന്ന് അസുഖങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക, ഇതിങ്ങനെയൊക്കെയുള്ള എളുപ്പ മാർഗങ്ങളെക്കുറിച്ചാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടത് അതല്ല, മറിച്ച് ആരോഗ്യകരമായിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് നമ്മുടെ യുവതയെയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിനെ മുഴുവൻ സമഗ്രമായി കാണേണ്ടതായിട്ടുണ്ട്. ഇതിനൊരു ഏകകമായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. അതിനെ സമഗ്രമായി കാണുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഒരു വൈജ്ഞാനിക സമൂഹം ആരോഗ്യമുള്ള സമൂഹമായി പരിണമിക്കേണ്ടതുണ്ട്. വൈജ്ഞാനിക സമൂഹം എന്നുള്ളത് വിജ്ഞാനാധിഷ്ഠിതമായിട്ടുള്ള സമൂഹമാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ രംഗത്ത് വലിയ തോതിൽ കേരളത്തിന് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോഴും പലപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലെ പൊതുനിക്ഷേപത്തെക്കുറിച്ചാണ്. വലിയ തോതിൽ ധനനിക്ഷേപം ആവശ്യമുള്ളൊരു മേഖല കൂടിയാണ് കായിക വിനോദ മേഖലയും അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ മേഖലയും. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നാം നേടിയിട്ടുള്ള നേട്ടങ്ങളാണ്. അമർത്യാസനെ പോലെയുള്ളവരെ പോലെ വിസ്മയിപ്പിച്ച ഒരു വികസന മാതൃക കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വികസന മാതൃകയുടെ പ്രധാനപ്പെട്ട സവിശേഷത നമുക്കറിയാവുന്നതുപോലെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് നാം നൽകിയിട്ടുള്ള വലിയ മൂലധന നിക്ഷേപമാണ്. അതുകൊണ്ട് നമുക്ക് ഏതാണ്ട് 100% സാക്ഷരത കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ വലിയ തോതിൽ വിദ്യാഭ്യാസം നേടിയപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നാം മൂലധന നിക്ഷേപം നടത്തിയ മറ്റൊരു മേഖലയാണ് ആരോഗ്യ മേഖല. ആരോഗ്യ മേഖലയിലും ഈ തരത്തിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വികസിതമായിട്ടുള്ള സമൂഹങ്ങളിലെ ഏറ്റവും വികസിതമായ സമൂഹങ്ങളോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആരോഗ്യ വികസന സൂചികകൾ കേരളത്തിന് സ്വന്തമായിട്ടുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇത് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമുക്ക് അവശേഷിക്കുന്ന നമ്മളിതുവരെ കൈവച്ചിട്ടില്ലാത്ത, നമ്മളിതുവരെ പ്രധാനമായിട്ട് അഭിസംബോധന ചെയ്തിട്ടില്ലാത്ത ഒരു മേഖല ഞാൻ ഈ പറഞ്ഞതുപോലെ ആരോഗ്യം എങ്ങനെയാണ് നമ്മുടെ മുഴുവൻ സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായി വരിക എന്നുള്ള ആ പ്രത്യേകമായിട്ടുള്ള വിഷയമാണ്. യഥാർത്ഥത്തിൽ ആധുനിക കേരളം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ മേഖലയിൽ ഏത് തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയും എന്നുള്ളതാണ്. അതിനകത്ത് സ്കൂളുകളിൽ വ്യാപകമായി സ്പോർട്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമാകില്ല, വലിയ തോതിൽ ആധുനിക സൗകര്യങ്ങളുള്ള കളിക്കളങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവായി ജനങ്ങൾക്ക് വ്യായാമം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ലൈബ്രറികൾ എങ്ങനെയാണ് സാംസ്കാരിക കേന്ദ്രങ്ങളായി പരിണമിക്കുന്നതെന്നുള്ളത് സംബന്ധിച്ച് ഇവിടെ തന്നെ ഈ വേദിയിൽ രാവിലെ ചർച്ച നടന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് വികസിത രാജ്യങ്ങളിലും ലൈബ്രറി എന്ന് പറയുന്നത് പഠനകേന്ദ്രം മാത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് ഉതകുന്ന വിധത്തിൽ വലിയ തോതിൽ ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ സമുച്ചയമായിട്ട് കേന്ദ്രമായിട്ട് പരിണമിക്കുന്ന ലൈബ്രറികളെ കുറിച്ചാണ് നാം ഇവിടെ കേട്ടത്. പല രാജ്യങ്ങളിലും ലൈബ്രറികൾ സമൂഹത്തിൻ്റെ ജീവനാഡികളായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ പുസ്തകമെടുക്കൽ മാത്രമല്ല, കുറച്ച് വിവിധങ്ങളായിട്ടുള്ള സാംസ്കാരികവും കലാപരവും കായികവുമായിട്ടുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഈ ലൈബ്രറികളിൽ പല രാജ്യങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ മാതൃക നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള മൂലധന നിക്ഷേപം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണ്ടായി എന്ന് നമുക്കറിയാം. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാലയങ്ങളുടെ മേന്മയും അതുപോലെ തന്നെ മെച്ചവും ഗുണമേന്മയും ഒക്കെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആ തരത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതിന് അനുപൂരകമായ വിധത്തിൽ നമുക്ക് അനുബന്ധ പ്രവർത്തനങ്ങളിലും വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പോർട്സിൻ്റെ മേഖലയിൽ
അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു നയരൂപീകരണം കേരളത്തിന് ആവശ്യമാണ്. എങ്ങനെയാണ് ഈ വൈജ്ഞാനിക സമൂഹവും സ്വാസ്ഥ്യമുള്ള സമൂഹവും പരസ്പര പൂരകമായി മാറുന്നത്? ഇത് തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ്? എങ്ങനെയാണ് നമുക്ക് ഈ പരസ്പര ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഈ പരസ്പര ബന്ധം നമുക്ക് ഉറപ്പാക്കാൻ കഴിയുക? ഏത് വിധത്തിലുള്ള നയസമീപനമാണ് ഇവിടെ വേണ്ടത്? ഏത് തരത്തിലുള്ള നിക്ഷേപത്തിൻ്റെ നയങ്ങളാണ് നമുക്കിവിടെ വേണ്ടത്? എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ സെഷനിൽ ചർച്ചയിൽ ഉയർന്നു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിരവധി അടരുകളിലേക്ക് പോകാവുന്ന വിധത്തിലുള്ള ചർച്ചകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, സ്പോർട്സ് എന്ന് പറയുന്നത് തന്നെ വളരെ വിശാലമായിട്ടുള്ളൊരു മേഖലയാണ്. ബഹുമാനപ്പെട്ട അവതാരകൻ അത് പറഞ്ഞു, വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു. എങ്ങനെയാണ് സ്പോർട്സ് എന്ന മേഖലയിൽ നമുക്ക് മുന്നേറാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ച്. ഫിസിക്കൽ വെൽബീയിങ്ങും ഹെൽത്തും എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലം ഇനിയും പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ള മേഖലയാണ്. അത് പ്രധാനമായിട്ടും ബഹുമാനപ്പെട്ട ഡോക്ടർ ഇവിടെ സൂചിപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അവതാരകരുടെ ഇവിടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ സെഷൻ കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ച് ഇവിടെ വന്നിട്ടുള്ളവർക്ക് ചർച്ചകളിൽ പങ്കെടുക്കാം. ഏതാണ്ട് എപ്പോഴത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കണം? 5 മണിയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ട്. സമയക്രമം പാലിക്കാവുന്ന വിധത്തിൽ വളരെ ഹ്രസ്വമായ പ്രതികരണങ്ങൾ നടത്തി ഈ സെഷൻ വമ്പിച്ച് വിജയമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.